തൃശ്ശൂർ പൂരം ആശംസകൾ. ഞാൻ പാറമേക്കാവ് ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് സ്ഥലങ്ങളിലേതുപോലെ ഈ രാവിലെ അങ്ങനെ വലിയ തിരക്ക് അല്ലെങ്കിൽ രാവിലെ ഉണ്ടാകുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ചെറുപൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വലിയ തിരക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. കാരണം 12 മണിയോടുകൂടിയാണ് ഇവിടെ നിന്നും എഴുന്നള്ളത്ത് ആരംഭിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഇവിടെ തൊഴാനൊക്കെയായി തന്നെ ആളുകൾ എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ ചെമ്പടമേളത്തിൻ്റെയും 15 ആനകളുടെയും അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളുകയാണ് ചെയ്യുന്നത് ദേവി. അതോടൊപ്പം തുടർന്ന് ചെമ്പടമേളം അവസാനിച്ച് പാണ്ടിമേളം തുടങ്ങി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം വഴി അകത്ത് കടന്ന് വടക്കുന്നാഥിന്റെ പടിഞ്ഞാറേ നടയിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുകയും ചെയ്യും. അങ്ങനെ വലിയ പ്രാധാന്യമുള്ള വലിയ പ്രത്യേകതകളുള്ള ഒരു ഈ പൂരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ പ്രത്യേകതകളുള്ള ക്ഷേത്രം കൂടിയാണ് പാറമേക്കാവ് ക്ഷേത്രം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പൂരത്തിന് വന്നത് രാമനെ കാണാനാണ്. തെച്ചിക്കോട്ടുകാവ് രാമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ സൂരജ് സജി ഈ നമ്മുടെ ഗ്രൂപ്പിൽ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ഒരു വാർത്തയിട്ടിരുന്നു. അതായത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിന് അനുമതി കിട്ടി എന്നുള്ളത്. അപ്പോൾ ഉണ്ടായ ഒരു ആവേശം, കാരണം രാമനെ ഒന്ന് കാണാം, ആ തലപ്പൊക്കം ഒന്ന് കാണാം, രാമന്റെ ഒരു ചിത്രമെടുക്കാം. അതിനുവേണ്ടി പൂരം കാണാൻ വരുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലഞ്ഞിത്തറ മേളത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, മടത്തിൽ വരവിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തെ കുടമാറ്റം, വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ രൂപങ്ങളിലുള്ള കുടകൾ പരസ്പരം മാറി ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ച, അത് തൃശ്ശൂർ പൂരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ എവിടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് പുരുഷാരം തടിച്ചുകൂടാൻ പോവുകയാണ് ഇവിടെ. ഏറ്റവും വലിയ പ്രത്യേകത ഈ ചൂട് വരാൻ പോകുന്ന, എന്തായാലും ഇന്ന് മഴയുടേതായ കോളൊന്നുമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു ഇന്നലെ, പക്ഷേ മഴയൊക്കെ തന്നെ മാറി തെളിഞ്ഞ അന്തരീക്ഷമാണ്. പൂരത്തിന് വേണ്ടി തൃശ്ശൂർ തയ്യാറായി കഴിഞ്ഞു. സ്വരാജ് റൗണ്ട് പുരുഷാരത്താൽ മുങ്ങാൻ പോകുന്നു. അതിൻ്റെ ഓരോ കാഴ്ചയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒപ്പിയെടുക്കാൻ നമ്മുടെ ടീമും സജ്ജമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ചേട്ടൻ നമുക്ക് ചായ ഒന്നും രാവിലെ ബോട്ടിൽ വെള്ളത്തിലെ ചായ ഉണ്ടാക്കുള്ളൂ. സൂപ്പറേ, പൈപ്പ് വെള്ളം എടുക്കില്ല. ഗംഭീരായി, അടിപൊളി. തേയില പഞ്ചസാര ABT പൂരത്തിന് വന്ന് പൊളിക്കും. നാളെയും ഉണ്ടാവും. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ചേട്ടൻ സൂപ്പർ ചായയാണ്. ഈ ചേട്ടനെ കാണുന്നതിനൊക്കെ ഒരു ചായ വിളിച്ചു. ഗംഭീര മുസ്തഫയുടെ ചായ ഗംഭീരയാണ്. ചായ ഉണ്ടാക്കുള്ളൂ. മിനറൽ വാട്ടർ ചായ ഉണ്ടാക്കുള്ളൂ. ഒന്നും എടുക്കില്ല. ചേട്ടൻ പൈസ കൊടുക്കണേ. 3 ചായ 4 ചായ. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്ന് പറഞ്ഞാൽ ഇത് പോക്കറ്റിനകത്ത് ഡ്രസ് ചെയ്താണ്, പൈസ എടുത്തിടാൻ പറ്റിയില്ല. അത്ര ചേട്ടൻ്റെ ഗൂഗിൾ പേ ഇല്ലാതാനും. ഓക്കെ. അപ്പോൾ ഇവിടെ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് നമ്മൾ ആർക്ക് വേണ്ടിയുള്ള ആര് വരാനുള്ള കാത്തിരിപ്പിലാണ്. അത് കണിമംഗലം ശാസ്ത്ര വരാനുള്ള കാത്തിരിപ്പിലാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കയറുക. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറി നമ്മൾ പടിഞ്ഞാറേ ഗോപുര നടയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും.